ഹായ് ഗോൾഡൻ ടേസ്റ്റി കൂട്ടുകാരിൽ നിന്നൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരേ തരം വീഡിയോ തന്നെ ഇട്ട് അതൊക്കെ കുറേ പോയി. ഇനി അധികമൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. ആവശ്യക്കാർക്ക് അത് എല്ലാം ഒന്നുമില്ല, 2-3 സൈസേ ഇനിയുള്ളൂ. അതുകൊണ്ടത് വേണമെങ്കിൽ 2-3 എണ്ണമൊക്കെ എടുക്കാം, അത്രയൊക്കെ ഉള്ളൂ. അതിൻ്റെ ചെടികൾ ഇനി നാളെ ഞാൻ ഇടാവേ. ഇന്ന് ഞാൻ ഇച്ചിരി വില കൂടിയ ഒരു ചെടി എനിക്ക് ഒരിടത്ത് ചെന്നപ്പോൾ നല്ല ഇഷ്ടം തോന്നി. 2-3 ചുവട് വീതം ഞാൻ ഫോട്ടോ ഇട്ട് കാണിച്ചതാണ്. പക്ഷേ അതിനകത്ത് പ്രശ്നമൊന്നുമില്ലായിരുന്നു കേട്ടോ. നല്ല വലിപ്പമുള്ള ചെടികൾ തന്നെയാണ് അവരെനിക്ക് തന്നത്. ഇത് കണ്ടോ, ഇതൊക്കെയാണ് ആ ചെടികൾ. ഇതിൻ്റെ അതിമനോഹരമായ ഭംഗിയുണ്ട്. ഈ ഫോട്ടോയിലൂടെ കണ്ടിട്ടാണ് ഞാൻ ഈ ചെടി പറ്റി വന്നപ്പോൾ ഫോട്ടോയിൽ കണ്ടതിലും കുറച്ചുകൂടി ഭംഗിയുള്ള ഒരു ചെടിയായിട്ടാണ് എനിക്കിപ്പോൾ ഇതിനെ തോന്നുന്നത്. ഈ ചെടിയുടെ പേര് എന്നോട് പറഞ്ഞു എന്നാന്നറിഞ്ഞോ, മെഗോൾ മാമി, മൊൻഗോൾ മാമി, അങ്ങനെയാണ്ടാണ് ഈ ചെടിയുടെ പേര് എനിക്ക് അവർ പറഞ്ഞത്. മൊൻഗോൺ മാമി. പക്ഷേ ഇതിനെയൊക്കെ ഒരു മലയാള ഭാഷയിലൊക്കെ സംസാരിക്കാനാണ് ഇതിനോട് കൂടുതൽ ഇഷ്ടം. ഇംഗ്ലീഷ് അധികം സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് മലയാളമാണ്. എന്തായാലും ഇവൾ നല്ല അടിപൊളി സുന്ദരിയാണ്. അവളുടെ ഇലയും അവളുടെ തണ്ടും ഇതൊക്കെയാണ് അതിൻ്റെ സൗന്ദര്യം. അതുകൂടെ പച്ചക്കളറും ഒക്കെ ഇടയായിട്ടൊക്കെ ആകുമ്പോൾ ഒരു നല്ല ഭംഗിയുണ്ട്. നമ്മുടെ തോട്ടത്തിന് അതിമനോഹരമാവും. പക്ഷേ ഈ ചെടിക്ക് അവരെന്നോട് വാങ്ങിച്ചത് 550 രൂപയാണ്. ഞാനിത് 600 രൂപയ്ക്ക്, ഇപ്പം ഒരു 50 രൂപ ഞാൻ ചോദിക്കുന്നുള്ളൂ. കാരണം ഈ ചട്ടി മേടിച്ച ചട്ടിക്കകത്ത് ഞാനിത് നല്ല ഭംഗിയായിട്ട് വെച്ചിരിക്കുകയാണ്. കാരണം ഇത് ആരും വാങ്ങിയില്ലെങ്കിൽ എനിക്കിതിനെ പോറ്റിക്കൊണ്ടുപോകണം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ചെടിയായതുകൊണ്ടിട്ടാണ് ഞാനിത് ഇതുകൂട്ട് 2-3 ചുവടേ ഉള്ളൂ. ആവശ്യക്കാർ ആദ്യം ചോദിക്കുവാണെങ്കിൽ എന്നവർക്ക് ഇത് ഞാൻ കൊടുക്കും. മൊൻഗോൾ മാമി എന്നാ മാമിയാണോ എനിക്കറിയത്തില്ല എൻ്റെ പൊന്നുമക്കളെ. പിന്നെ ഒരു ചെടിയുള്ളത് ഇതാണ്. ഇതിന് നല്ല റേറ്റ് വരുന്ന ചെടിയാണ്. ഇത് ഞാനിവിടെ കണ്ടിട്ടുമില്ല കേട്ടോ, അത്ര ഭംഗിയിലുള്ള ചെടിയാണ്. അതിനെ കൊണ്ടുവന്ന് ഞാൻ ഇതിനെ ചുവടൊക്കെ പിടിപ്പിച്ച് കൂമ്പൊക്കെ വന്നു. ഈ ചെടിക്ക് നല്ല അടിപൊളിയായിട്ടൊക്കെ വന്ന ചെടിയാണ്. ഇതുകൊണ്ട് അതിൻ്റെ ഇലയുടെ അടിയും എൻ്റെ ഇതുമൊക്കെ കണ്ടാൽ നല്ല വലിപ്പമുള്ള ഇലയാണ്. നല്ല ഉഷാറായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ തോട്ടത്തിൻ്റെ ഭംഗി തന്നെ മാറ്റിക്കിട്ടുന്ന ഒരു വലിപ്പമുള്ള ഒരു ചെടിയാണ്. ഈ ചെടിയുടെ പേര് സൺപവർ, അങ്ങനെയാണ് എനിക്ക് പറഞ്ഞു തന്നത്. സൺപവർ. ഈ ചെടിക്ക് ഞാൻ വെക്കുന്ന വില 700 രൂപയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണേ. എന്നിട്ട് ഈ ചെടിക്ക് ഞാൻ 700 രൂപയാണ് ചോദിക്കുന്നത്. എനിക്ക് അത്രയും ഇതുള്ളത് കൊണ്ടിട്ടാണ് കേട്ടോ. അല്ലാതെ ഞാൻ ഇതിനകത്ത് വലിയ ലാഭങ്ങളോ അങ്ങനെയുള്ള ഒന്നും ഞാൻ എടുക്കുന്നില്ല. ഇഷ്ടമുള്ളവർ മാത്രം മെസ്സേജ് ചെയ്യുക. വേണ്ടവർ മാത്രം. ഞാൻ ഇതിൻ്റെ അടിയിൽ ഇത് നമ്പർ ഇട്ടേക്കാം, വാട്സാപ്പ് നമ്പർ ഇട്ടേക്കാം. എൻ്റെ വാട്സപ്പിൽ വരിക, ചോദിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ഞാൻ പലയിടത്ത് വന്നിരിക്കുമ്പോഴത്തേനും ചെടികളുടെ എല്ലാം ഫോട്ടോ ഇതിടുന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഫോട്ടോ ഇട്ട് കഴിയുമ്പോഴത്തേനും ഇവരൊരൊറ്റ മുങ്ങും. അത് ആ പ്രവണത ഇനി വേണ്ട. ചെടി വേണമെന്നൊരിതാ നല്ല ഭംഗിയായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഇഷ്ടമുള്ളവർ മാത്രം എടുത്താൽ മതി. ഇത് ഒരുപാടൊന്നുമില്ല. അതുകൊണ്ടിട്ട് ഇതിവിടെ ഇരുന്നാലും എൻ്റെ പൂന്തോട്ടം അതിമനോഹരമായി തീരും. അതുകൊണ്ടിട്ടാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ചെടി ഇവളാണ്. ഈ സുന്ദരിയുടെ പേരാണ് സിൽവർ പ്രോസ്റ്റർ എന്നാണ് ഈ സുന്ദരിയെ വിളിക്കുന്നത്. ഇവളും 2-3 എണ്ണേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. കാരണം ഇതിന് നല്ല വിലയുള്ളത് കൊണ്ടിട്ട് ഞാനൊരു കൂട്ടുകാരിയെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ 1500 രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിച്ചതെന്ന്. പക്ഷെ അവരുടെ എന്നിട്ടത് നശിച്ചു പോവുകയും ചെയ്തു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് 1500 ഒന്നും തരണ്ട, 700 രൂപ മതി. കാരണം ഞാൻ അത്രയും വില കൊടുത്ത് ഞാൻ വാങ്ങിയതാണ്. ഇഷ്ടമുള്ളവർ ഈ ചെടിയെ ആവശ്യക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ തോട്ടം ഭംഗിയാകും. പിന്നെ നമ്മൾ ചെടി നടുന്നവർക്കാണല്ലോ ചെടി കൊണ്ട് ആവശ്യം. അതുകൊണ്ടാണ് അതിമനോഹരമായ ഇലകളും ഒക്കെ ആയിട്ടുള്ള ചെടികളാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചത്. പിന്നെ നമ്മുടെ ഇത്
ഇത് കൂട്ടും. ഇതിന് പല പേരാണ് അവർ പറയുന്നത്. ഒരു കൂട്ടർ ചൈന റെഡ് എന്ന് പറയും, ഒരു കൂട്ടർ റെഡ് വിഡൂരി എന്ന് പറഞ്ഞു, ഒരു കൂട്ടർ പിങ്ക് കോക്ക് പിങ്ക് റോസ് എന്ന് പറഞ്ഞു. ഏതായാലും എനിക്ക് എളുപ്പം ചൈന റെഡ് എന്ന് പറയാനാണ്. ഇതാണ് അതിൻ്റെ ശരിയായ പേരെന്നാന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെയൊക്കെ അവർക്ക് വായിക്ക് വരുന്ന പോലെ അവരൊക്കെ പറയും. അത് മനോഹരമാണ്. ആദ്യം പച്ച കളറൊക്കെ ഉണ്ടാകും. ഇതിൻ്റെ ചെടികൾ കുറച്ച് എൻ്റെ കയ്യിലുണ്ട്. ആദ്യം ഉണ്ടാകുന്നത് പച്ച കളറോട് കൂടി ചുവപ്പോട് കൂടി ഇലയായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ വരുന്നതിന് ഈ കളറാണ് ഇലയ്ക്ക് നല്ല ചുമന്ന് നര ബ്ലഡിൻ്റെ കളറല്ല താനും. അങ്ങനത്തെ മനോഹരമാണ്. ഇനി ഇച്ചിരി കൂടെ കഴിയുമ്പോൾ ഇത് മൊത്തം ഈ റെഡ് കളറാവും. ഈ പച്ച കളർ ഉണ്ടാവുകയല്ല ഇനിയത്തെ കൂമ്പ് വരുമ്പം. അങ്ങനെ അതിസുന്ദരമായ ഒരു ഇൻഡോർ പ്ലാന്റാണ്. അതുപോലെ തന്നെ ഒരു കാര്യം ചെയ്യണം. ഈ ചെടികളെല്ലാം വെയിലിനെ അത്ര വലിയ കാര്യമായിട്ട് വെയിൽ കൊടുക്കാൻ പാടില്ല. എന്നാൽ കിഴക്കൻ വെയിൽ ഒരു ഇച്ചിരി അങ്ങ് കൊണ്ടുവന്ന് ഓർത്തുകൊണ്ട് അവർക്ക് നല്ല സുഖമാണ്, സന്തോഷമാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ 4 ചെടികളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ആവശ്യക്കാർ ചെടികൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇത് നമ്പർ ഇട്ടേക്കാം. ആവശ്യക്കാർ വാട്സപ്പിൽ വന്ന് മെസ്സേജ് ചെയ്യുക. അല്ലാണ്ട് വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട, മെസ്സേജ് ചെയ്യുക. ചെടി വേണമെന്ന് പറയുക. അല്ലാതെ ചുമ്മാ ഇത്തെ ചെടികളെല്ലാം ഇനിയൊന്ന് ഫോട്ടോ ഇട്ടേന്ന് പറഞ്ഞ് മെസ്സഞ്ചറിലെല്ലാം വന്ന് ഞാൻ ഓർത്ത് നേരമായിരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തോട്ടെ എന്ന് ഓർത്തുകൊണ്ട് ഫോട്ടോ ഇട്ട് കൊടുക്കും. ഒരു കൂട്ടർ വേറെ തരത്തിൽ കൂടെ പറയും 6-7 ചെടി ഒന്നിച്ചിട്ട് ഇതിന് 300 രൂപയല്ലേ വിലയെന്ന് ചോദിക്കുക. അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് വലിയ വിഷമമാവുക. നമ്മളൊരു വീഡിയോ ഇട്ട് കഴിയുമ്പോൾ അതിനകത്ത് നമ്മൾ ന്യായമായ വിലയും പറഞ്ഞാണ് വീഡിയോ ഇടുന്നത്. നമുക്കിതാരും ചുമ്മാതെയൊന്നും തരുന്നതല്ല. നമ്മൾ ഇത് നേരത്തെ മേടിച്ചാൽ തന്നെ വില കൊടുത്തിട്ടാണ് ഞാൻ എൻ്റെ ചെടികളെല്ലാം മേടിച്ചത്. ഇപ്പം ആ ചെടികൾക്കൊന്നും അത്രയും വിലയില്ല. അതാണ് അതിൻ്റെ ഇത്. പണ്ട് ഇതിന് എൻ്റെ ഒരു കൂട്ടുകാർക്ക് ചോദിച്ചു 1500 രൂപ കൊടുത്തേച്ചിട്ടാണ് ഈ ചെടി മേടിച്ചതെന്ന്. ഇപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം നീ 700 രൂപ തന്നാൽ മതി, നീ ഇതെടുത്തോന്ന് പറഞ്ഞു. അവളത് പറഞ്ഞു വെച്ചിട്ടുണ്ട്, എടുക്കാൻ ശമ്പളം കിട്ടട്ടെ എന്ന് പറഞ്ഞിരിക്കുക. പക്ഷേ എന്നാലും 2-3 എണ്ണം ഉണ്ട്. അതിൽ ഒന്ന് മതിയല്ലോ എനിക്ക്. ആവശ്യക്കാരുണ്ടെന്ന് വരികിൽ ഇത് ഞാൻ തരാം എന്ന് വെച്ചിട്ട് ഇത് പെട്ടെന്ന് ഇതങ്ങോട്ട് വളരും ഈ ചെടികൾ. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇത് വളർന്നു കഴിഞ്ഞ് വെച്ചിട്ട് മാത്രമേ ഇതിന് തൈകളുണ്ടാവുകയുള്ളൂ. അത് ഈ ചെടികളും അങ്ങനെ തന്നെയാണ്. ഇവിടെയും നന്നായിട്ട് പെട്ടെന്ന് വളർന്ന് ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ്. കണ്ടില്ലേ ഇതിൻ്റെ ഇലയൊക്കെ എത്ര മനോഹരമായി ഭംഗിയുള്ള ചെടികൾ ഇലയാണെന്ന് കണ്ടോ. അതുവാണേലും അടിപൊളി ചെടിയാണത്. ഇതിൻ്റെ പേരൊക്കെയാണ് മൊൻഗോൺ മാമി. എനിക്കത് ഓർക്കും തോറും എനിക്ക് ചിരി വരുക. എന്ത് മാമിയാണോ എനിക്കറിയില്ല. എന്നോടിങ്ങനെ പറഞ്ഞു മൊൻഗോൺ മാമിയാണോ. ഞാനായിക്കോട്ടെന്ന് ഞാനും പറഞ്ഞു. എന്നിട്ട് ഞാനത് ഇങ്ങനെ ഇത് ചെയ്യുന്ന മാതിരി എംബോസിഷൻ എഴുതുന്ന പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇത് മാമി എന്ന്. അങ്ങനെ അവസാനം അത് മാമിയായി തീരുമെന്ന് എനിക്കറിയില്ല. ഏതായാലും ഇതാണ് ഈ 4 ചെടികളെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നു. ഓക്കെ, ബൈ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യുക. ആർക്കെങ്കിലും വേണമെന്നൊരു ഷെയർ ചെയ്ത് കൊടുക്കുക, ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, ബൈ.